ഹലോ, എന്തൊക്കെയാണ് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നലത്തെ വിഷുവിൻ്റെ വ്ളോഗ് ഞാൻ ഇന്നലെ അപ്ഡേറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇന്ന് അപ്ഡേറ്റ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും വിഷുക്കണി വെച്ചിട്ടുണ്ടായിരിക്കും. അത് മുതൽ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഈ പ്രാവശ്യം സുധിയേട്ടനാണ് വിഷുക്കണി വെച്ചത്. കാരണം എനിക്ക് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് സുധിയേട്ടനാണ് ഈ പ്രാവശ്യം വിഷുക്കണിയൊക്കെ വെച്ചത്. ആദ്യമായിട്ടാണ് സുധിയേട്ടൻ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒപ്പമാണ്. ഞാൻ തുടർന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യാൻ പറ്റി. എല്ലാ കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കുക എന്ന് പറയില്ലേ, നമുക്ക് ചെയ്യണം, നല്ല രീതിയിൽ വിഷു കണി വെക്കണം, അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴും ഉണ്ടാവുമല്ലോ മനസ്സിൽ. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറ്റുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എല്ലാ വിഷു ആവുമ്പോഴും എനിക്ക് ഓർമ്മ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് എൻ്റെ അച്ഛനാണ് കേട്ടോ. എൻ്റെ അച്ഛനിപ്പോൾ ഇല്ല. പക്ഷേ എൻ്റെ ചെറുപ്പത്തിലും തൊട്ടിട്ട് എൻ്റെ കല്യാണം കഴിയുന്ന ആ ഒരു കാലഘട്ടം വരയ്ക്കും എൻ്റെ അച്ഛനാണ് വീട്ടിൽ കണിയൊരുക്കുക. അപ്പോൾ ഈ കണിയൊരുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ അച്ഛൻ്റെ പ്രസൻസ് നമുക്ക് എല്ലാ വിഷുക്കാലത്തും എനിക്ക് ഓർമ്മ വരും. അതുപോലെ നമ്മളിവിടെ ദുബായിലായതുകൊണ്ട് പടക്കം പൊട്ടിക്കൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്കായാലും അങ്ങനെ ഇതൊന്നും അതിനുള്ള ഒരു ഓപ്ഷനൊന്നുമില്ല. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെവിടെയാണെങ്കിലും നമ്മളത് ചെയ്യുക എന്നുള്ളതാണ്. അത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ കുറേ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുക. അതൊക്കെ നമ്മുടെ കുട്ടികൾക്കും നാളെ ഇന്ന് നമ്മുടെ അച്ഛനമ്മമാർ ചെയ്തു തന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് പോലെ തന്നെ നാളെ നമ്മുടെ മക്കൾക്കും പറയാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ വീട് അത് സ്വന്തം വീടാണോ അല്ലെങ്കിൽ വാടക വീടാണോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഏത് വീട്ടിലാണോ ആ വീട് നമ്മുടെ സ്വന്തം വീടാണ്. ആ വീടിനെ നമ്മൾ അവിടെ അഭിവൃദ്ധി വരണം എന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതുപോലെയുള്ള കാര്യങ്ങൾ വിഷുക്കണി ഒരുക്കുന്നതാണെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യങ്ങളാണെങ്കിലും നമ്മുടെ വീട്ടിലത് ചെയ്യണം. അത് ചെയ്യുമ്പോഴാണ് ആ വീട്ടിൽ ഫാമിലിക്കൊരു ഐക്യമൊക്കെ ഉണ്ടാവണതായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. അഭിവൃദ്ധി വരുന്നതാണെങ്കിലും ഒക്കെ അത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ ചിട്ടവട്ടങ്ങളോട് കൂടിയിട്ട് സുധിയേട്ടൻ നല്ല ഭംഗിയായിട്ട് തന്നെ വിഷുക്കണി ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുലർച്ചെയായപ്പോൾ ഞങ്ങളതിനെ 4 പേരേനെയും വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ കിടന്നതൊക്കെ. പുലർച്ചെ ഒരു 1 മണിയൊക്കെ ആയി ഉറങ്ങാനായിട്ട്. കാരണം വെച്ചാൽ ഇതൊക്കെ എല്ലാം വെക്കാനും പിന്നെ തലേ ദിവസം തന്നെ പച്ചക്കറികളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞങ്ങൾ കിടന്നത്. അല്ലെങ്കിൽ പിറ്റേ ദിവസം എല്ലാം കൂടിയാവുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല. ഞാനിപ്പോൾ മുതൽ ചെയ്യാറുള്ളത്, നമുക്ക് വീട്ടിലെല്ലാവർക്കും ഇഷ്ടമുള്ള കറികളുണ്ടല്ലോ അത് മാത്രമാണ് സദ്യയിൽ ഉൾപ്പെടുത്തുക. അല്ലാത്തത് ഉണ്ടാക്കിയാലും വേസ്റ്റ് ആവും. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഞങ്ങളുടെ വിഷുക്കണി ആണ് ഈ ഒരു വീഡിയോ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. വളരെ നല്ല രീതിയിലുള്ള ഒരു വിഷുക്കണിയായിരുന്നു കാണാൻ സാധിച്ചതൊക്കെ. നമുക്ക് വളരെയധികം സന്തോഷം തരികയാണ്. കാരണം ഇതിലൊക്കെ കാണാനും ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ സുധിയേട്ടൻ വിഷുക്കണി കണ്ടു. അതിന് ശേഷം ഞാനും മക്കളും ഒക്കെ കണ്ടു. പിന്നെ സദ്യ ഉണ്ടാക്കി. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ കറികളും വെച്ച് മാത്രമാണ് നമ്മൾ സദ്യ ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ കറികൾ വല്ലാണ്ട് ഫ്രിഡ്ജിലേക്ക് പോവില്ല. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ വിഷു സദ്യ കഴിച്ചു. കുറേ ഫോട്ടോസ് എടുത്തു. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ.